ഏറ്റവും അനുകൂലമായൊരു ഘടകം ഇപ്പോൾ ആകെ നമുക്ക് പറയാനുള്ളത് മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇരുട്ടായി ലൈറ്റുകൾ ഇവിടേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ, അത് എത്തിക്കണം. അതിനുശേഷമാണ് ഈ ഒരു തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുക. ഏതായാലും നമുക്കൊരു പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയാനുള്ളത്. കാരണം ഒരുപക്ഷെ അത്തരത്തിലൊരു സാധ്യതയുണ്ടെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും പാലിക്കണം. അതായത് ആദ്യം 2 തവണ ഇന്ന് ഈ ഒരു റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി, അതിനുശേഷം സിഗ്നലുകൾ ലഭിച്ചു. അതിനുശേഷം വീണ്ടും മൂന്നാമത് നടത്തിയ പരിശോധനയിൽ നെഗറ്റീവ് സിഗ്നൽ ലഭിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പരിശോധന അവസാനിച്ചപ്പോൾ വീണ്ടും ഒരു നിർദ്ദേശം മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ വീണ്ടും പരിശോധന തുടരണം എന്നുള്ളതാണ് ലഭിച്ചത്. എവിടെ നിന്നാണ് നിർദ്ദേശം ലഭിച്ചത്? ഗൂഗിളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, നേരത്തെ ലഭിച്ച 2 പ്രധാനപ്പെട്ട സ്ട്രോങ് സിഗ്നലുകൾ, അത് 3 അടിയോളം താഴെയുള്ള ആ റഡാറിൽ പതിഞ്ഞ ശ്വസിക്കുന്ന ഒരു ജീവന്റെ സാന്നിധ്യം എന്നുള്ളതാണ്. അപ്പോൾ അതിന് തേടിയുള്ള അതിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ നമ്മോട് ഉദ്യോഗസ്ഥർ പ്രതികരണമാണെന്ന് തോന്നുന്നു. ഓണർ നമ്പർ എത്രയാ വിളിക്കണം? അവിടെ സ്ഥിതിഗതികളൊക്കെ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാത്രിയിലും ഈ തിരച്ചിൽ തുടരുമ്പോൾ നേരിയ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. കാരണം അങ്ങനെ രാത്രിയിൽ നമ്മൾ തിരച്ചിൽ ഇത്രത്തോളം സൂക്ഷ്മമായി നടത്തിയിട്ടില്ല. അതിന് സാധ്യതയേകുന്നത് നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട 2 സ്ട്രോങ് സിഗ്നലാണ്. അരുൺ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളിയുടെ നിമിഷത്തിലും എല്ലാ സാധ്യമായ കാര്യങ്ങളും, എന്തെങ്കിലുമൊക്കെ ശുഭസൂചകമായ കാര്യങ്ങളുടെ കണികയുണ്ടെങ്കിൽ അത് തേടി ഇറങ്ങുക എന്നുള്ളതാണ്. എന്തൊക്കെ ഡിപ്ലോയ് ചെയ്യപ്പെടുന്നുണ്ട് പുതുതായി? ഗൂഗിളാണ്. ആവശ്യമായുള്ള സാധനങ്ങൾ, ലൈറ്റുകൾ ഇവിടേക്ക് എത്തിക്കുകയാണ്. കൂടുതൽ ആർമി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈറ്റുകൾ എത്തിക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇതിലൊരു പ്രാരംഭമായിട്ടുള്ള ഒരു ചർച്ച നടത്തുകയാണ്. എങ്ങനെ വേണം, സ്വാഭാവികമായും പകലല്ല, ഇരുട്ടായി രാത്രിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഇരുട്ടായ സമയത്ത് ഇതിന്റെ ഒരു സ്ട്രാറ്റജി അത് മാറ്റേണ്ടതുണ്ട്. പകൽ സമയത്തുള്ളതുപോലെയല്ല. അപ്പോൾ അതിനനുസരിച്ച് സ്ട്രാറ്റജി ക്രമീകരിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് വെളിച്ചമടക്കമുള്ള സംവിധാനങ്ങൾ എത്തണം. ആ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഇവിടെ മാത്രം പരിശോധന വീണ്ടും ശക്തമായി തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കണ്ടിരിക്കുന്നത്. കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയാവുന്ന ഒരു സാധ്യതയാണ് മുന്നിലോട്ട് വന്നിട്ടുള്ളത്. ഈ 4 ദിവസത്തിൽ നമുക്ക് ഈ 4 പകലുകളിൽ നമുക്ക് ലഭിച്ച ഏക പ്രതീക്ഷയാണ് ഇന്നത്തേത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രതീക്ഷയെ പരമാവധി അതിന്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ കാണുന്നത്. ആദ്യം 2 തവണ സിഗ്നലുകൾ പരിശോധിച്ചപ്പോൾ അതിൽ ശ്വാസത്തിന്റെ അല്ലെങ്കിൽ ബ്രീത്തിന്റെ ഒരു സാന്നിധ്യം കണ്ടു. ബ്ലൂ സിഗ്നലുകൾ റഡാറിൽ ലഭിച്ചു. അതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ കുറച്ച് മണ്ണ് മാറ്റി വീണ്ടും പരിശോധിച്ചു, അപ്പോഴും ലഭിച്ചു. പക്ഷെ എന്നാൽ മൂന്നാമത് നടത്തിയ പരിശോധനയിൽ അവിടെ സാന്നിധ്യം കണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകില്ല എന്ന് കരുതി ഉദ്യോഗസ്ഥർ മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നിർദ്ദേശം ലഭിച്ചത്, പരിശോധന തുടരണം. ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടെങ്കിൽ, അതില്ലെങ്കിൽ സാധ്യതയുണ്ടെങ്കിൽ അത് കണ്ടെത്തണം എന്നുള്ളതാണ് ലഭിച്ച നിർദ്ദേശം. അതനുസരിച്ച് വീണ്ടും ഇവർ പരിശോധന നടത്തുകയാണ്. ഈ പരിശോധന എത്ര നേരം നീളുമെന്നോ എന്തായിരിക്കും കാര്യങ്ങളൊന്നോ അറിയില്ല. പക്ഷേ ഏതായാലും ആ പരിശോധനകളുടെ സ്വഭാവം എന്താണെന്നും നമുക്കിപ്പോൾ പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ ഏതായാലും ഇപ്പോൾ കൂടുതൽ ആർമി ഉദ്യോഗസ്ഥർ ഈ സ്പോട്ടിലേക്ക് പോയി അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് എത്തിയുള്ള ഒരു രീതിയിലുള്ള തിരച്ചിലാണെന്ന് തോന്നുന്നു. കാരണം ഉദ്യോഗസ്ഥർ കൂടുതലായ ആർമിയുടെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എക്സ്കവേറ്റർ പോലുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. അങ്ങനെ ഒരുപക്ഷെ ആളുകൾ ഇറങ്ങിയിട്ടുള്ള ഒരു തിരച്ചിലാകാം, അല്ലാത്ത പക്ഷം എക്സ്കവേറ്ററുകൾ കൊണ്ടുവന്നുള്ള ഒരു തിരച്ചിലാകാം. കാരണം ഈ എക്സ്കവേറ്റർ കൊണ്ടുവന്ന് തിരച്ചിൽ നടത്തുക എന്ന് പറയുന്നാൽ ജീവന്റെ ഒരു സാന്നിധ്യം കണ്ടതുകൊണ്ട് തന്നെ അതിന് കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതിന് വളരെ സൂക്ഷ്മമായി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കുകയുമുള്ളൂ. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകൾ ആർമിയിലെ അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ രക്ഷാപ്രവർത്തകരെ വീണ്ടും ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഏതായാലും ഈ തിരച്ചിൽ ഊർജിതമായി തന്നെ രാത്രിയും തുടരുക എന്നുള്ളതാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുകയാണ്. ഗൂഗിൾ വിവരിച്ചതുപോലെ തന്നെ രാത്രിയിലെ പരിശോധന അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായൊരു പ്ലാനിങ് തയ്യാറാക്കിയാണ് ഉദ്യോഗസ്ഥർ. എക്സ്കവേറ്റർ, നേരത്തെ അറിയാം ലോങ് ബൂം എക്സ്കവേറ്ററൊക്കെ നമ്മുടെ ഷിരൂരിൽ കണ്ടതാണ്. പക്ഷേ അത്രയൊന്നുമല്ല, അങ്ങനെ ഒരു ആഴത്തിലുള്ള പരിശോധനയ്ക്ക് എത്തുമ്പോൾ അത്തരം സംവിധാനങ്ങൾ അതുപോലെയുള്ള ഇതിൻ്റെ കൈകളൊക്കെ പരമാവധി ആ മെഷീൻ്റെ അടിയിലേക്ക് എത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ജീവൻ്റെ ഒരു കണികയാണ്. അത് മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പല്ലുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി നീക്കി മാത്രമേ അത് നമ്മൾ ഈ പറയുന്ന ഈ സ്പോട്ട് ചെയ്യണം. ഇനി എവിടാണ് ഈ സെക്കൻഡ് സിഗ്നൽ, സ്ട്രോങ് സിഗ്നൽ കിട്ടിയ